ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളോട് 2-3 പേര് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളത്. ഓരോരുത്തർ ക്രീമൊക്കെ ഈ ക്യാമറയുടെ ക്രീം തന്നെ 220 രൂപക്കൊക്കെ വാങ്ങിക്കുന്നതെന്നിട്ട് ഞാൻ അറിഞ്ഞത്, എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷെ നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ട് 2-3 ആൾക്കാരോട് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്തെ എടപ്പാൾ നെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റേറ്റ് അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കോട്ടെ. അവിടുന്ന് ബേസ് ബോക്സ് നമ്മൾ ഇപ്പോൾ പൊന്നാനി ഉള്ളതിനെക്കാട്ടും ഒരു 4 രൂപ ഡിഫറൻസിലൊക്കെ കിട്ടുന്നുണ്ട്, 4-3 രൂപ ഒക്കെ ഡിഫറൻസിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് ബേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബൾക്കായിട്ട് അവിടുന്ന് വാങ്ങിക്കും. അതുപോലെ ക്രീം നമുക്ക് അവിടുന്ന് കിട്ടുന്ന ക്യാമറയുടെ ക്രീം 150 രൂപക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കട്ടെ. പിന്നെ നമ്മൾ ചാവക്കാട്, എടപ്പാൾ, പിന്നെ കുന്നംകുളം എല്ലാ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നത്. ചിലത് ഇവിടെ പൊന്നാനിൽ റേറ്റ് കുറവുള്ളത് ബാക്കിയുള്ളവർക്ക് റേറ്റ് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഈ കുന്നംകുളം ഭാഗത്ത് റേറ്റ് ബേസ് ബോക്സിന് അതിനെക്കാട്ട് റേറ്റ് കുറവാണ് ഈ എടപ്പാൾ. അങ്ങനെ, അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം തലേന്ന് തന്നെ നമ്മൾ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോയത് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം നമുക്ക് ഇറച്ചി കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ കായ്പോള, സമൂസ, ഈ 3 വർക്കിനുള്ള ഓർഡർ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പിന്നെ വന്നതിന് ശേഷം അവിടെ പോയി വന്നതിന് ശേഷം നമ്മൾ പിന്നെ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്നിട്ടാണ്. അങ്ങനെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത് ഒരു 1/2 kg കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. ഈ 1.5 കിലോൻ്റെ പീസാക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന കേക്കാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം തന്നെ വേറെ 2-3 കേക്കുകളുണ്ടായിരുന്നേ. ഏതാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ശേഷം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്ത കാരണം അങ്ങനെ പെൻഡിങ് ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് പേസ്റ്റായിട്ട് കൊടുത്തതൊക്കെ ഡെലിവറി ചെയ്യേണ്ട കേക്കായിരുന്നു കേട്ടോ. നമ്മൾ യൂട്യൂബിലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹോം ബേക്കേഴ്സ് തന്നെ കേട്ടോ വിളിക്കുന്നത്, ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കാൻ ഞാൻ ആളല്ല, പക്ഷേ എന്നാലും അവരെ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ അവർക്കുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, തുടക്കക്കാർ വാങ്ങിക്കുന്നത് ബേക്കറി കടകളിൽ നിന്നൊക്കെയാണ് ക്രീമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ അതുമല്ല പ്രിൻ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റിൽ തന്നെയാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനെക്കാട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ കേക്കിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഷോപ്പിൽ മേടിക്കുന്ന സമയത്ത്. അങ്ങനെ ആ കുട്ടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിളിക്കുന്നവരെ സ്റ്റാർട്ടിങ് ആയിരം തോന്നുന്നുണ്ട്. ഇപ്പം ഇന്ന് വിളിച്ചത് 3 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ, അപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഷോപ്പുകളും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഈ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഫോട്ടോ പ്രിൻ്റ് കേക്ക് എനിക്ക് ഫസ്റ്റിൽ വന്ന സമയത്ത് ഇത് എവിടെ നിന്ന് എടുക്കുന്നുള്ളത് അറിയില്ല. അങ്ങനെ നമ്മൾ ഈ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ തൊട്ടടുത്ത് ജംഗ്ഷനിൽ തന്നെ ഉണ്ട്, പക്ഷേ ഷോപ്പിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ മെറ്റീരിയൽസ് വിൽക്കുന്നുണ്ട് കേക്കിൻ്റെ. അപ്പം ഇനി ഇവർക്ക് നഷ്ടമാകുമെന്ന് വെച്ചിട്ടാണ് എന്താണെന്നറിയില്ല. അവർക്ക് അറിയാം ഷോപ്പ്, പക്ഷെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ 2-3 പേരോട് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നറിഞ്ഞ് അങ്ങനെ നമ്മൾ ഗുരുവായൂരിന്ന് എടുത്തത്. അതോ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ, ഇക്ക പോയിട്ട് ചെയ്ത് തന്നതായിരുന്നു അന്ന്. അങ്ങനെ പിന്നീടാണ് നമ്മൾ എമ്മി മലബാറിൻ്റെ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ. അപ്പോൾ എമ്മി മലബാറിൻ്റെ ചാനൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽസ് വാങ്ങുന്നത് അവളിങ്ങനെ ഈ ഇതിടുമല്ലോ, പർച്ചേസ് ചെയ്യുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നല്ലോ. അപ്പം അത് എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ. പക്ഷേ ആ കുട്ടീനെ പേഴ്സണലായിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന കാരണം നമുക്കറിയാം എത്രത്തോളം തിരക്കുണ്ടാവും കാര്യങ്ങളാണെന്നുള്ളത് അറിയാം. അപ്പോൾ പിന്നെ അറിഞ്ഞും കൊണ്ട് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ കാരണം വിളിച്ചിട്ട് ഇതാക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ അവരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവരൊരു അൽഹംദുലില്ലാ പറയുന്നുണ്ടെങ്കിൽ അത് കാര്യമില്ലേ. അങ്ങനെ, അപ്പോൾ കാരണം കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടത്. അങ്ങനെ നമ്മൾ ആനിവേഴ്സറി കേക്കൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നെജു ഡിയർ വൈഫ് എന്ന് അനന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തിട്ട്, ഡെലിവറി ഞാനും മോനാണ് പോയത്. അങ്ങനെ അപ്പോൾ മോൾക്ക് 10ാം ക്ലാസ് പഠിക്കാനുണ്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പൊതുവെ രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഞാനും കുട്ടികളും ഒപ്പം പോകും കേട്ടോ. അന്ന് അവൾക്ക് എന്തോ എഴുതാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോൾ വന്നില്ല.
അങ്ങനെ പിന്നെ ഞാനും മോന് ആദ്യത്തെ ടീഷർട്ട് കീറിയിട്ടിട്ടായിരുന്നു. അങ്ങനെ പിന്നെ അവന് അത് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഇട്ട് അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടാ അവരെ മുഖത്തെ സന്തോഷം ഉണ്ടല്ലോ അവളെ. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവൾക്ക് ഈ അങ്ങനെ സർപ്രൈസ് കിട്ടുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അവളെ മുഖമൊക്കെ കണ്ടപ്പോൾ അതങ്ങനെ തന്നെയാണല്ലേ നമുക്ക് സർപ്രൈസ് കിട്ടണമെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് 3 ഷവർമയും വാങ്ങിച്ച് വീട്ടിലേക്ക് പോന്നിട്ടാ. അങ്ങനെ എല്ലാ കേക്കിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.